ഹലോ എവരിവൺ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ പുതിയൊരു വർഷമായിട്ട് പുതിയൊരു വണ്ടിയായിട്ട് വന്നേക്കുകയാണ്. ദിസ് ഇസ് ദ മഹീന്ദ്ര 7XO. മഹീന്ദ്രയുടെ നെയിമിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് XUV ഉണ്ട്, XCV ഉണ്ട്, അതുപോലെ തന്നെ BE സീരീസ് ഉണ്ട് ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ള വണ്ടികൾക്ക്. അതുപോലെ തന്നെ കൂപ്പെ SUV-കളാകുമ്പോൾ ഒരു എന്നുള്ള സഫിക്സ് ചേർക്കും, 6E 9E എന്നൊക്കെ ഉള്ള പോലെ. അത് തന്നെ ഇൻഡിഗോ കേസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ എടുത്ത് കളയും. BE6E എന്നുള്ളത് പതുക്കെ BE6 ബേസിക്സ് എന്നാക്കും. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ കേസിൽ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ XUV 300 കണ്ട് 3XO എന്നാക്കിയ പോലെ XUV 700 എടുത്തിട്ട് 7XO എന്നാക്കിയിട്ടുണ്ട്. സോ എക്സ് മിഡിൽ വരുമ്പോൾ അത് ഫേസ് ലിഫ്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും കാർ കുറേ കൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇറ്റ്സ് ബേസിക്കലി ആൻ XUV 700 അപ്ഡേറ്റഡ് ഫോർ 2026. കുറേ അധികം മാറ്റങ്ങളുണ്ട്. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വലി ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും കുറച്ച് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ചേഞ്ചസ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ മഹീന്ദ്രയുടെ ഫേസ് ലിഫ്റ്റുകളൊക്കെ നമുക്ക് ചെറിയൊരു പേടിയാണ്. പലപ്പോഴും കുറച്ച് ഓവറാക്കിയ പോലത്തെ ലുക്സാണ്. വർക്ക് ചെയ്യാറുണ്ട് ആളുകളുടെ ഇടയിൽ. കാരണം 3XO ഒക്കെ നല്ല സെയിൽസ് ഹിറ്റാണ്. നമുക്ക് ആരും കണ്ടൻ്റെ മീശയൊക്കെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായില്ലെങ്കിലും പീപ്പിൾ ലവ് ദാറ്റ് കാർ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാവരും മേടിക്കുന്നുണ്ട്. നമ്മളല്ല അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വണ്ടിയിൽ അവരങ്ങനെ ഭീകരമായ ചേഞ്ചസിലൊന്നും പോയിട്ടില്ല. ദേ ഹാവ് ഓൺലി ഡൺ എ സട്ടിൽ ഫേസ് ലിഫ്റ്റ്. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഇന്നർ ഡീറ്റെയിൽസ് ഒക്കെ കുറേ കൂടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കോർപ്പിയോ എന്നിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു ക്രോം ഔട്ടർ എലമെന്റ്സ് കൊണ്ടുവന്നിട്ട് 2 പ്രൊജക്ടർ യൂണിറ്റ്സ് ആക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഹെഡ്ലൈറ്റ്സിന്റെ ഇന്നർ ഭാഗം കുറച്ചൊരു ബമ്പറിലേക്ക് ഒരു ഫിംഗർ പോലെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന 2 ബിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു C ഷേപ്പ് DRലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഗ്രില്ല് കുറേ കൂടിയും എക്സ്പോസ്ഡ് ആണ്. പഴയ ആ ഒരു പ്രാഡോയിൽ കണ്ട പോലത്തെ ആ ഡ്യുവൽ ലൈൻസിന്റെ സംഭവമൊക്കെ നിർത്തി ഇറ്റ്സ് മച്ച് മോർ ക്ലീനർ, കുറച്ചുകൂടി തിന്നർ സ്ലാറ്റ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ഗ്രില്ലാണ്. ബമ്പറിന്റെ ലോവർ ഹാഫും നല്ലോണം മാറിയിട്ടുണ്ട്. എയർ ഡാംസിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് പുതിയ 2 പ്രൊജക്ടർ LED ഫോഗ് ലാമ്പ് യൂണിറ്റ്സും നമുക്ക് കാണാൻ പറ്റും. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പുതിയ ഡിസൈനിലുള്ള പുതിയ അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. ദേ ആർ 19 ഇഞ്ചസ്, പണ്ട് 18 ആയിരുന്നു. സോ കുറച്ചും കൂടി വീൽ ആർച്ചസ് ഒക്കെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദ വീൽ ഡിസൈൻ ലുക്സ് ഇൻട്രസ്റ്റിംഗ്. പോളിഷ് ഫേസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഡിസൈനിലുള്ള ഒരു വീലാണ്. ഇതിൻ്റെ ലോവർ സ്പെക്കിന് 18 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്, വിച്ച് ഹാസ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഡിസൈൻ ദാറ്റ് ഓൾസോ ലുക്സ് ഗുഡ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് XCV 9S കണ്ട പോലത്തെ ആ ഒരു റിവൈസ്ഡ് ടെയിൽ ലൈറ്റ്സ് ഒക്കെ ഒരു ബ്ലാക്ക് ഡൗട്ട് ആയിട്ടുള്ള പോലത്തെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സെൻറ്റർ പാർട്ടും ബ്ലാക്ക് ഡൗട്ട് ആണ്. സോ ഇറ്റ് ലുക്സ് ബിറ്റ് മോർ മോഡേൺ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റിംഗ് എലമെൻറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു XUV 700 ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഫേസ് ലിഫ്റ്റ്. കാരണം മെറ്റലിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അതിലുള്ള ലൈറ്റിംഗ് എലമെൻറ്റ്സ്, ഗ്രില്ല്, ബമ്പർ, അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ഡൺ. പക്ഷേ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള മാറ്റങ്ങളൊന്നും ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം ഇറ്റ് ലുക്സ് ടോട്ടലി ഡിഫറെൻറ്റ്. നമുക്കിപ്പോൾ വളരെ ഫെമിലിയർ ആണ്. കാരണം നമ്മൾ XCV 9Eയിലും 9Sലും ഒക്കെ കണ്ട പോലത്തെ സെയിം ഡാഷ്ബോർഡും ഇതൊക്കെ തന്നെയാണ്. ബട്ട് ഫോർ ദ XUV 700 ഇത് കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. യു ഗെറ്റ് ദ ന്യൂ ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട്. അതുപോലെ തന്നെ പുതിയൊരു കളർ തീമും കിട്ടുന്നുണ്ട്. ഈ ഒരു ചെസ്റ്റ്നട്ട് ബ്രൗണും ഈ ഒരു ഓഫ് വൈറ്റും ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. മറ്റേ വണ്ടിയിൽ നമ്മളൊരു സേജ് ഗ്രീൻ പോലത്തെ ഒരു കളർ തീമാണ് EVRൽ യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും കിട്ടുന്നുണ്ട്. നമ്മൾ EVRൽ കണ്ട ആ സെയിം സ്റ്റിയറിംഗ് ആണെന്ന് വിചാരിക്കുമെങ്കിലും ഇതിൽ ഒരു 3D ആയിട്ടുള്ള ഒരു ട്വിൻ പീസ് ലോഗോ വരുന്നുണ്ട്. മറ്റേലൊക്കെ ഒരു ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഫിനിറ്റി പോലത്തെ ആ ഒരു ലോഗോ ആണ് വന്നേക്കുന്നത് EVRലൊക്കെ. റെസ്റ്റ് ഓഫ് ദ ഡാഷ്ബോർഡ് ഈസ് വെരി മിനിമലിസ്റ്റ്. നമ്മളിപ്പോൾ AC വെൻസ് ഒക്കെ ആണെങ്കിലും ആ ഒരു ലെതർ ട്രിമ്മിൻ്റെ നടുക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. മുന്നേ അതൊരു ബ്രഷ്ഡ് അലൂമിനിയം പോലത്തെ ഒരു ഫിനിഷുള്ള ഒരു ട്രിം പീസ് ആയിരുന്നു. AC വെൻസ് ഒക്കെ കുറച്ചും കൂടി ഷാർപ്പർ ലുക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി റൗണ്ടഡ് ആയിട്ടുണ്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ. അതുപോലെ താഴെയുള്ള എക്സ്ട്രാ റോ ഓഫ് ബട്ടൺസ് ഒക്കെ നമുക്കിപ്പോൾ ഇല്ലാണ്ടായിട്ടുണ്ട്. യു ഗെറ്റ് ഓൺലി എ മിനിമൽ സെറ്റ് ഓഫ് ബട്ടൺസ്. അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതിൻ്റെ ഉള്ളിലൊരു വയർലെസ് ചാർജറും ചെറിയൊരു സ്റ്റോറേജും, അതുകൂടാണ്ട് ഒരു 65 വാട്ട്സിൻ്റെ USB-Cയും ഒരു സാധാരണ USB-Aയും പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഗിയർ സെലക്ടറും അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും പിന്നിലായിട്ട് നമുക്ക് ഒരു റോട്ടറി നോബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും എസെൻഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം പുഷ് ബട്ടൺസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദിസ് ടു കൺട്രോൾ ദ സ്ക്രീൻ. ചില ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പണ്ടത്തെ ഒരു BMW iDrive ഫീലൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു സ്ലൈഡിങ് ആംറസ്റ്റും അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പല ബ്രാൻഡ്സും ബേസ് മോഡലിന് ഒരു സ്ക്രീൻ, മിഡ് വേരിയൻറ്റിന് 2 സ്ക്രീൻ, ടോപ്പ് വേരിയൻറ്റിന് 3 സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മഹീന്ദ്ര എല്ലാ വേരിയൻസിനും ഈ ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിൽ നല്ലതാണ്. കാരണം ബേസ് മോഡൽ മേടിക്കുന്ന ആൾക്കും ഈ ഒരു 3 സ്ക്രീനൊക്കെ തന്നെ കിട്ടും. മഹീന്ദ്രയ്ക്കും നല്ലതാണ്. കാരണം അവർക്ക് അതിന് വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് ഡാഷ്ബോർഡൊന്നും ഉണ്ടാക്കണ്ട. അവിടെ അടച്ചു വെച്ചിട്ട് വേറൊരു ഭാഗമൊന്നും വേറെ ഡിസൈൻ ചെയ്യൊന്നും വേണ്ട. എല്ലാവർക്കും ഈ ഒരു സംഭവം തന്നെ കൊടുക്കുകയാണെങ്കിൽ സെയിം സോഫ്റ്റ്വെയർ ഒക്കെ തന്നെ എല്ലാ വണ്ടിയിലും കൊടുക്കാം. പിന്നെ സ്ക്രീനൊന്നും ഇന്നത്തെ കാലത്ത് വലിയ വിലയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് സെറ്റപ്പിന് വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കമ്പോണൻസ് ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇറ്റ് കീപ്സ് ദെയർ കോസ്റ്റ് ഡൗൺ. ആൻഡ് ബേസ് മോഡൽ മേടിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി അപ്പ് മാർക്കറ്റ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. എവറിബഡി വിൻസ്. ഈ ഒരു 3 ഡിസ്പ്ലേ കൊടുത്തേക്കണേൽ പാസഞ്ചർ ഡിസ്പ്ലേ നമുക്ക് ഡ്രൈവറുടെ പൊസിഷനിൽ നിന്ന് കാണാൻ പറ്റില്ല. ഡ്രൈവർ ഡിസ്ട്രാക്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി സ്ക്രീൻ വർക്കിംഗ് ആണ്. ഇവിടെ നിന്ന് സെൻറ്ററിൽ വരെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിലേക്ക് പ്രിവസി ഗ്ലാസ് പോലെ യു ക്യാൻ സീ ദാറ്റ്.
ഇതിൽ നമുക്ക് ഹാർമൺ കാർഡിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. മുന്നേ സോണിയുടെ ആയിരുന്നു. 16 സ്പീക്കേഴ്സ് ഉണ്ട്, 1400 വാട്ട്സ് ഉണ്ട്, ഡോൾബി അറ്റ്മോസ് സർട്ടിഫൈഡ് ആണ്. അതുകൂടാണ്ട് ഡോൾബി വിഷൻ സർട്ടിഫൈഡും ആണ്. അപ്പോൾ അതായത് ഇതിൻ്റെ വീഡിയോനും ഡോൾബി സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ അതിനെക്കുറിച്ച് മാത്രം ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് വണ്ടി ഓടിക്കുന്നതിനേക്കാൾ വണ്ടിയുടെ ഉള്ളിലുള്ള ഈ ഓഡിയോ വിഷ്വൽ സാമഗ്രികൾക്കൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. നമുക്ക് XUV700 പോലെ റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള 4 സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഡോറിൽ നമുക്ക് 3-way കോമ്പോണൻസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സ്പീക്കറും കൂടി വന്നിട്ടുണ്ട്. മുന്നേ ഒരു ട്വീറ്ററും താഴെയുള്ള മെയിൻ ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഓഡിയോ സിസ്റ്റത്തിന് ഒരു നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മൈക്രോഫോൺസ് വഴി ക്യാബിനിലുള്ള എക്സ്ട്രാ സൗണ്ട്സ് ഒക്കെ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സിഗ്നൽ അവർ സ്പീക്കേഴ്സിലൂടെ പ്ലേ ചെയ്യും. സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് നമ്മുടെ ഹെഡ്ഫോൺസിൻ്റെ ഒക്കെ ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ പോലെ തന്നെ ഒരു സിസ്റ്റമാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. റോഡ് നോയ്സ് ഒക്കെ കുറച്ചുകൂടി കുറവായിട്ട് നമുക്ക് തോന്നും പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൗണ്ട് മോഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റേഡിയത്തിൻ്റെ റിവർബറേഷനൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സൗണ്ട് സ്റ്റേജിങ് ഒക്കെ വളരെ നല്ലതാണ്. ഇറ്റ് സൗണ്ട്സ് പഞ്ചി. ടാറ്റ ആൻഡ് മഹീന്ദ്ര അഗെയിൻ ഈ ഒരു ഓഡിയോ സിസ്റ്റവും അവർ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെയധികം മുന്നിലാണ് ബാക്കി കോമ്പറ്റീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ. സീറ്റ്സ് ആർ റിയലി കംഫർട്ടബിൾ. ഈ 2 സീറ്റ്സും പവേർഡ് ആണ്. ഇതിന് മെമ്മറി ഫംഗ്ഷനും കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാനുവലി അഡ്ജസ്റ്റബിൾ, ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലംബാർ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് 2 വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇൻഫാക്ട് ഈ 4 സീറ്റിനും വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് അഡീഷൻ. സീറ്റ്സ് ആർ റിയലി കംഫർട്ടബിൾ. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കമാൻഡിങ് പൊസിഷൻ കിട്ടും. ഇതിൻ്റെ റേഞ്ച് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റും വളരെ നല്ലതാണ്. നമുക്ക് നല്ല ഹൈറ്റിലേക്ക് വേണമെങ്കിൽ ഇത് പൊക്കി വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് വളരെ ഹൈറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ക്യാൻ സീ ദ എഡ്ജസ് ഓഫ് ദ ബോണറ്റ്. അതുപോലെ തന്നെ നല്ല ഓൾറൗണ്ട് വിസിബിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. ബാക്ക് സീറ്റ്സും നല്ല കംഫർട്ടബിൾ ആണ്. യു ക്യാൻ റിക്ലൈൻ ഇറ്റ്. നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്. ഈ 2 സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട് പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾസോ യു ക്യാൻ ബ്രിങ് യുവർ ഓൺ ഡിവൈസ് ആൻഡ് സീറ്റിൻ്റെ ബാക്കിൽ മൗണ്ട് ചെയ്യാവുന്ന പോലത്തെ ഒരു കണക്ടറും ഇതൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ആ സീറ്റ്സ് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് 3rd റോയിൽ കയറാം. 3rd റോ അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. ഫുള്ളി ഗ്രോൺ അഡൽസിലൊന്നും ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. ബട്ട് കിഡ്സ് വിൽ ബി കംഫർട്ടബിൾ. AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 240 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ്. 1-2 സോഫ്റ്റ് ബാഗ്സ് ഒക്കെ വെക്കാമെന്നുള്ളൂ. പക്ഷേ സീറ്റ്സ് ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ യു ഗെറ്റ് എ വെരി ബിഗ് ബൂട്ട്. എഞ്ചിൻസിൽ വേറെ മാറ്റമൊന്നുമില്ല. യു ഗെറ്റ് ദ സെയിം എഞ്ചിൻസ്. ആ ഒരു 2 ലിറ്റർ പെട്രോളും 2.2 ലിറ്റർ ഡീസലുമാണ്. ഡീസലിന് നമുക്ക് 155 bhp തൊട്ട് 185 bhp വരെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂൺസിൽ അവൈലബിൾ ആണ്. ട്രാൻസ്മിഷൻ ട്രിമൊക്കെ അനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. 450 Nm ടോർക്കാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെട്രോളിൽ യു ഗെറ്റ് 200 bhp ആൻഡ് 380 Nm ടോർക്ക്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളാണ്. നമുക്ക് ഇതിൻ്റെ 0 to 100 ഒന്ന് നോക്കാം. 40, 60, 80, 100, 120. പെർഫോമൻസ് വളരെ നല്ലതാണ്. നമ്മൾ XUV700 സെയിം ടൈം ആയിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം. 0 to 100 in 9.3 seconds. അത്ര ഹൈ സ്ട്രെസ്ഡ് എഞ്ചിനൊന്നും അല്ല. കാരണം 2 ലിറ്റർ എഞ്ചിനിന് സാധാരണ ഇപ്പോൾ എല്ലാവരും ഒരു 250 bhp ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. മഹീന്ദ്ര കുറച്ചും കൂടി ഒരു കൺസർവേറ്റീവ് സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ആണ് ഇനി യൂസ് ചെയ്തേക്കുന്നത്. കുറേ കൂടി ടോർക്കി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ദിസ് പുൾസ് ഫ്രം 1400 to ഒരു 5800 RPM വരെയൊക്കെ ക്ലീൻ ആയിട്ട് പുള്ള് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗിയർ ബോക്സും ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റാണ്. ഇറ്റ്സ് വെരി വെൽ കാലിബ്രേറ്റഡ്. നമുക്ക് ഡ്രൈവിങ്ങിൽ വലിയ ഫ്ലാറ്റ് സ്പോട്ടുകളൊന്നും തോന്നുന്നില്ല. ആക്സിലേറ്റ് ചെയ്യുന്നിടത്ത് എല്ലായിടത്തും അത് പവർ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇറ്റ് പുൾസ് റിയലി വെൽ. ടോപ്പ് സ്പീഡ് ഈസ് അറൗണ്ട് 200 കിലോമീറ്റർ. നമ്മൾ മുന്നേ 700 ഓടിച്ച സമയത്ത് ആ ഒരു മഹീന്ദ്ര ടെസ്റ്റ് ട്രാക്കിൽ വി ഹാവ് ഡൺ ദാറ്റ്. റിയലി ഗുഡ് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷൻ. റീസണബിളി എഫിഷ്യൻറ്റും ആണ്. നമുക്കൊരു 10 കിലോമീറ്ററൊക്കെ ഇപ്പോൾ ഇതിലെ ആവറേജ് ഫ്യൂൽ കൺസംഷൻ കിടക്കുന്നുണ്ട്. നേരത്തെ ഇറ്റ് വാസ് അറൗണ്ട് 12. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഗിയർ ബോക്സിന് നമുക്ക് മാനുവൽ മോഡ്സ് ഉണ്ട്. സോ വേണമെങ്കിൽ ഇങ്ങോട്ട് സ്ലോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഗിയേഴ്സ് മാറാൻ പറ്റും. പാഡൽ ഷിഫ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. മഹീന്ദ്രയുടെ സിപ്പ് സാപ്പ് സൂം എന്നുള്ള ഡ്രൈവിംഗ് മോഡ്സ് ഒക്കെ ഇതിലിപ്പോഴും ഉണ്ട്. നമ്മളത് നിർത്തിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് മോഡ്സിൻ്റെ ഒക്കെ പേര്. എല്ലാ മോഡ്സും തമ്മിൽ പെർസെപ്റ്റബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട്. NVH വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസും ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. കുറച്ചും കൂടി ബെറ്റർ അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. മഹീന്ദ്ര പറയുന്നത് 7% UV ബെറ്റർ ആയിട്ട് കട്ട് ചെയ്യും. അതുപോലെ തന്നെ 6% ഡാർക്കറാണ്. അറൗണ്ട് 2.5% ക്വയറ്റർ ആണെന്നാണ് പറയുന്നത് മുന്നത്തെ വണ്ടീനേലും. ദാറ്റ് കമ്പൈൻ വിത്ത് ആ ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റീസ് എല്ലാം വെച്ചിട്ട് വണ്ടി കുറച്ചും കൂടി ക്വയറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സൗണ്ട് ഇൻസുലേഷനൊക്കെ കുറേ കൂടി ബെറ്റർ ആണ്. പ്രീവിയസ് വണ്ടീനേലും കുറച്ചും കൂടി റോഡ് നോയ്സ് ഒക്കെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അത് ഇപ്പോൾ ഈ റോഡിൻ്റെ ആണോ പുതിയ ടയറിൻ്റെ ആണോ നമുക്കറിയില്ല. ബട്ട് ഇറ്റ് ഫീൽസ് സിഗ്നിഫിക്കൻ്റ്ലി ക്വയറ്റർ. XUV700 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സൈലൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തണുപ്പ് കാരണം എൻ്റെ ചെവി അടഞ്ഞതാണ്. നമുക്ക് ബ്രേക്കിംഗ് പെർഫോമൻസും കൂടി ഒന്ന് നോക്കാം. വി ആർ ഡൂയിങ് 100.
പെഡല് കുറച്ച് സ്പഞ്ചിയാണ്, പക്ഷേ ഇറ്റ് സ്റ്റോപ്സ് റിയലി വെൽ. 4 വീൽസിനും ഡിസ്ക് ബ്രേക്സ് ആണ്. സ്റ്റോപ്ഡ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ, സ്റ്റോപ്ഡ് ഇൻ എ റിയലി ഷോർട്ട് ഡിസ്റ്റൻസ്, റിയലി ഇംപ്രസീവ്. XUV7XO മഹീന്ദ്ര കൊണ്ടുവന്നേക്കുന്ന ഏറ്റവും വലിയ ചേഞ്ച് ഇതിൻ്റെ സസ്പെൻഷനാണ്. സോ അവർ പുതിയ ഡാമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മുന്നേയും FDD തന്നെയായിരുന്നു, ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്ന ടെനക്കോ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് വളരെയധികം അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഡാമ്പേഴ്സിന് മഹീന്ദ്ര വിളിക്കുന്നത് ഡാവിഞ്ചി ഡാമ്പേഴ്സ് എന്നാണ്. EVകൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ചെയ്ത പോലത്തെ ആ ഒരു സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ വാൽവിംഗ് ഒക്കെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഫ്ലോ റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഡാമ്പേഴ്സ് കുറച്ചും കൂടിയും പ്രോഗ്രസീവായിട്ട് ആക്ട് ചെയ്യുന്ന പോലത്തെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഫീൽസ് മച്ച് മോർ സോർട്ടഡ്. മുന്നേ ആ ഒരു ബംപിനെസ്സിൻ്റെ ആ ഒരു എഡ്ജ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു, ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടായിരുന്നത്. ദാറ്റ് ഹാസ് റിയലി ഗോൺ. ഇപ്പോൾ ആ ഒരു EVയിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു കോംപ്ലിയൻസിൻ്റെ സസ്പെൻഷൻ ഉണ്ട്. കാര്യമായിട്ടുള്ള വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇറ്റ് ഫീൽസ് വെരി വെൽ പ്ലാന്റഡ്. ഈ ഒരു വണ്ടിയുടെ ഹൈ സ്പീഡ് കോൺഫിഡൻസ് ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഈ ഒരു കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് വി ആർ ഡൂയിങ് ഇറ്റ് അറ്റ് ക്രേസി സ്പീഡ്. ഇറ്റ് ഗ്രിപ്സ് റിയലി വെൽ. സ്റ്റിയറിംഗ് ഫീൽ ഓൾവേസ് നമുക്ക് XUV700 വളരെ നന്നായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ആ ഒരു വണ്ടിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ബോഡി റോൾ, കുറച്ചൊരു ടോപ്പ് ഹെവി ആയിട്ട് തോന്നിയിരുന്ന ആ ഒരു ഫീലിംഗ് ഈ ഒരു വണ്ടിയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മേ ബി ഇറ്റ്സ് ഡൗൺ ടു ദ ഡാമ്പേഴ്സ്. കാരണം സസ്പെൻഷൻ ഒന്നും മാറിയിട്ടില്ല. ഫ്രണ്ടിൽ മാക്ഫേഴ്സിനും ബാക്കിൽ ആ ഒരു മൾട്ടി ലിങ്ക്, ആ ഒരു ക്രോസ് ബ്ലേഡ് ഉള്ള പോലത്തെ ഒരു സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. കാറിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ദിസ് വെയ്സ് ക്ലോസ് ടു 2 tons, 1900 kilos എന്തോ ഉണ്ട്. ഓൾ വീൽ ഡ്രൈവ് വേരിയൻ്റ് ഉണ്ട് വിച്ച് ഈസ് ഓവർ 2 tons. ബട്ട് ഇറ്റ്സ് എ വെരി വെൽ സോർട്ടഡ് ഷാസി. ഈ ഒരു ഷാസി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് കോൾഡ് ദ W601. ഇന്റേണലി അതായിരുന്നു അതിൻ്റെ പേര്. ദിസ് വാസ് അറൌണ്ട് 80% സ്റ്റിഫർ. നമ്മളൊരു XUV500 വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഷാസി സ്റ്റിഫ്നെസ് ഒക്കെ കുറേ കൂടി ബെറ്റർ ആയിരുന്നു. കുറേ കൂടി ബെറ്റർ മെറ്റീരിയൽസ്, അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കുറേ കൂടി യൂസ് ചെയ്തിരുന്നു. അത് തന്നെ മഹീന്ദ്ര ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ കൂടി വെൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഹാസ് മോർ സ്റ്റിഫ്നെസ് ദാൻ ദ റെഗുലർ XUV700 ആൻഡ് വേ മോർ സ്റ്റിഫ്നെസ് ദാൻ ദ XUV500. XUV500 ശരിക്കും അന്നത്തെ കാലത്ത് മഹീന്ദ്രയ്ക്ക് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. കാരണം അവർ അതുവരെ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് മോണോകോക്ക് ആയിട്ടുള്ളൊരു SUV അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. എല്ലാം ബോഡി ഓൺ ഫ്രെയിം അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു. ആൻഡ് ഫ്രം ദെയർ ദേ ഹാവ് കം എ ലോങ് വേ. അവർ ആ ഒരു ഓഫ് റോഡിങ് റൂട്ട്സ് ഒന്നും അധികം വിടാണ്ട് ഒരു പ്രോപ്പർ ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ളൊരു SUV അവർ ഡെവലപ്പ് ചെയ്തു, ഫ്രണ്ട് വീൽ ഡ്രൈവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷാസീനെ വെച്ചിട്ട്. ആൻഡ് തിങ്സ് ആർ ലുക്കിംഗ് സ്ട്രോങ് ഫോർ ദം. വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ അഡാസ് സിസ്റ്റംസ് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ കൂടി ഫെർദർ ആയിട്ട് കാണാൻ പറ്റും. ക്യാമറാസ് ഒക്കെ കുറച്ചും കൂടി ഡിസ്റ്റൻസ് വരെ സ്കാൻ ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ റെസൊല്യൂഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. മുന്നേ ഒരു 1.7 മെഗാപിക്സൽ ക്യാമറ എന്തോ യൂസ് ചെയ്തിരുന്നത്. നൗ ഇറ്റ്സ് അറൌണ്ട് 8 മെഗാപിക്സൽസ്. അപ്പോൾ കുറേ കൂടിയും ഡാറ്റ കിട്ടുന്നുണ്ട് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ്. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സേഴ്സ് ഒക്കെ കുറേ കൂടിയും ബെറ്റർ ആണ്, കുറേ കൂടിയും ആക്യുറേറ്റ് ആണെന്ന് അവർ പറയുന്നു. ഓൾ ദ സിസ്റ്റംസ് ഹാവ് ഇംപ്രൂവ്ഡ്. ഇപ്പോൾ നമ്മൾ ഈ റോട്ടിൽ യൂസ് ചെയ്യുമ്പോഴും ഇപ്പോൾ ആ ലെയിൻ വാച്ചോ ആ ലെയിൻ കീപ്പർ സിസ്റ്റം ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് അനോയിങ് ആണ്. എനിക്കിത് ഓഫ് ചെയ്യാൻ ഇതുവരെ പറ്റിയില്ല, ഞാനതേ ശ്രമിച്ചില്ല. എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ മഹീന്ദ്രയിലും കയറുമ്പോൾ ഇത് കണ്ടിന്യൂസ് ഡെവലപ്മെന്റിലാണ്. അപ്പോൾ ഈ UI അവർ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതായത് പണ്ടത്തെ മെനുവിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കില്ല ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് കുറേ അധികം സമയം വേണ്ടി വരും. ഒരു വണ്ടി മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വൺസ് അയാൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾ യൂസ്ഡ് ആയിരിക്കും. ഈ വണ്ടികൾ ഇങ്ങനെ മാറി മാറി ഓരോന്ന് പുതിയത് കിട്ടുമ്പോഴാണ് നമുക്ക് ഇത് അവിടെ ആയിരുന്നില്ലല്ലോ പണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച ഓരോ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെയാണ് മഹീന്ദ്ര 7XOൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടി കൺസിഡർ ചെയ്യുമോ, അതോ ഇതിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഹാരിയർ ആണോ സഫാരി ആണോ നിങ്ങൾ നോക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.